എനിക്ക് ഇഷ്ടമല്ല, നല്ല ഇഷ്ടമായിരിക്കും. അമ്മയുടെ എത്ര ദിവസം ഉണ്ടാവും? നമ്മൾ 10 ദിവസം ഉണ്ടാവും. ഓ 10 ദിവസമോ? ഫുൾ അടിച്ച് പൊളിക്കണം. എൻ്റെ ആൻറ്റി അധികം അടിച്ച് പൊളിക്കണ്ട. 10 ദിവസം കഴിഞ്ഞാൽ നമ്മൾ തേച്ച് വീട്ടിൽ പോവും. എൻ്റെ ചക്കി അത് നീ ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് വീട്ടിൽ പോണ്ട, എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി. നല്ല ശരിയുടെ പിങ്കി ചേച്ചി കൊടുത്തു. ചക്കി ചേച്ചി പിങ്കി അപ്പുറത്ത് ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. കൊടുക്കണോ? ഇവിടെ വന്നിട്ട് എനിക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നമുക്ക് കൊടുക്കണം ഫോട്ടോ. ചക്കി വാ, നമുക്ക് വേഗം ഫോട്ടോ എടുത്തിട്ട് ഇടാം. ആൻറ്റി അവിടെ പിങ്കി ഉണ്ട്, പിങ്കിനോട് എടുത്തുതരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് കളിക്കില്ല. ആ ശരി, എന്നാ ഞാൻ പിങ്കിനോട് എടുത്തുതരാൻ പറയാം. പിങ്കി എടി പിങ്കി, എനിക്ക് കുറച്ച് ഫോട്ടോ എടുത്താ. ഈ സ്ഥലങ്ങളിൽ ഇരുന്ന് നല്ല ഫോട്ടോസ് എടുക്കാം. പിങ്കി എനിക്ക് കുറച്ച് ഫോട്ടോ എടുത്താ. ഡാൻഡി വന്ന് ആൻറ്റിക്ക് കുറേ ഫോട്ടോ എടുത്തെടുക്കേണ്ടി വരുമല്ലോ. ഡാൻഡി ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങ് വാ. ആ നീ ഇവിടെ ഉണ്ട്, നമുക്ക് വേഗം ഫോട്ടോ എടുത്താം. ശരി ആൻറ്റി. ആൻറ്റി ചിരിച്ച് ഓക്കെ. കുറേ ഫോട്ടോ എടുത്തി. പോരെ പോരെ, എനിക്ക് കുറേ പോസിൽ നിന്നിട്ട് ഫോട്ടോ വേണം. ഇതെടുക്ക്. യോ ഇതേത് പോസ്? ഇതല്ലേ ഇപ്പത്തെ പുതിയ പോസ്. ഇനി അടുത്തിങ്ങനെ. ഇതൊന്ന് പാമ്പ് കളിക്കുന്ന ഇതെങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ശരിക്കും പാമ്പ് തന്നെ. എനിക്കറിയാം സൂപ്പറാ. ഇനി വാ, ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് എടുക്കാം. ഞാൻ ഒന്നുമില്ല, നമുക്ക് ഇവിടെ കുറേ കാണാനുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. കുറച്ച് സമയം ഓർക്കണം. ആൻറ്റി അറിഞ്ഞല്ലോ, നമുക്ക് ആൻറ്റിക്ക് കുറച്ച് പ്രേതത്തിൻ്റെ കഥ പറഞ്ഞു കൊടുത്തിട്ട് പേടിപ്പിക്കാം. ഓക്കെ സെറ്റ്. ആൻറ്റി ആൻറ്റി എണീച്ചേ എണീച്ചേ. അതൊന്നും അന്നൊന്നും ഉറങ്ങാൻ പറ്റേ. ഫോട്ടോ എടുത്ത് തന്നെ കൈ കാണിച്ചിട്ട് നിങ്ങളെ കൊണ്ടുറങ്ങാ. ഓ അത് എണീറ്റ്. ഇനി എന്നാ വേണ്ടേ? നിങ്ങളവിടെ ഇരുന്ന് നമ്മളൊരു കഥ പറഞ്ഞുതരാം. ഇരുന്നു. ഈ വീട്ടിലൊരു പ്രേതമുണ്ട്. നമ്മൾ കേൾക്കുന്ന ഈ ഒരു വീട്ടിലൊരു പ്രേതമുണ്ട്. ആ പ്രേതത്തിന് വൃത്തിയില്ലാത്ത ആൾക്കാരെ ഏറ്റവും ഇഷ്ടം. ഞാൻ നല്ല വൃത്തിയുള്ള. ഞാനും നല്ല വൃത്തിയില്ല. അപ്പം ഞാനും വൃത്തിയില്ല. നിങ്ങളിന്ന് കുളിച്ചില്ല. അതിനെ പിടിച്ചിട്ട. അപ്പം ആ പ്രേതം നിങ്ങൾ തന്നെ പിടിച്ചു. പഠിച്ചോണെ എന്നെ പിടിക്കൂ പ്രേതോ. വൃത്തിയില്ലാത്ത ആളെ പിടിച്ചു. എന്നാ നമ്മൾ പോട്ടെ. ശരി. ഇനി ഒന്ന് പ്രേതം പിടിക്കുക. അങ്ങനെയൊന്നുമില്ല, അവർ ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ അവർ വെറുതെ എന്നെ പറ്റിക്കാൻ വന്നിരിക്കും. എന്നാലൊരു പേടി. പോയി സോഫ ഇരിക്കാം. പാട്ട് പാടുന്നോ? പാട്ടല്ല, ഞാനാണ് പ്രേതം. പ്രേതോ പഠിച്ചോനെ.